ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളും പ്രചരണങ്ങളും എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മുന്നണികളും തങ്ങളുടേതായ സീറ്റുകൾ ഉറപ്പാക്കാനുള്ള പരക്കം പാച്ചിലുമാണ്. ഇനി BJP സംബന്ധിച്ചിടത്തോളം BJP ഇത്തവണ ഒരു സീറ്റെങ്കിലും കേരളത്തിൽ പിടിക്കുമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJP സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ ഏറുകയായിരുന്നു. ഇക്കുറി 2 സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ BJP എന്നുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ പലപ്പോഴായി പ്രധാനമന്ത്രിയുടെ സന്ദർശനവും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു മോദി തരംഗം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമവും BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുമുണ്ട്. അജണ്ടകൾ പലതായിരുന്നു. നാരി ശക്തി ക്യാമ്പയിൻ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടത്തിയതും ഇത്തരമൊരു ക്യാമ്പയിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ അജണ്ടയുടെ പിൻബലത്തിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുക എന്ന് പറയുമ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഇത്തവണെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന അടിയുറച്ച ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ BJPക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല, അങ്ങ് ദേശീയ തലത്തിൽ പോലും സുരേഷ് ഗോപിയിൽ അത്ര വലിയ ഒരു വിശ്വാസമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതേസമയം തന്നെ വളരെ സൈലന്റ് ആയിട്ടുള്ള മൗന പ്രചരണം നടന്നിരുന്ന, അല്ലെങ്കിൽ വളരെയധികം സർപ്രൈസ് നിലനിന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് നിലനിർത്താനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് എല്ലാവരും ഊഹക്കഥകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന വിവരം പലപ്പോഴും അത് വളരെ കോൺഫിഡൻഷ്യലായി തന്നെ, അല്ലെങ്കിൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ മൂടി വെക്കാനായിട്ട് BJP നേതൃത്വത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ എതിരാളി എന്ന് പറയുന്നത് ശശി തരൂരായിരുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിനോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒത്ത ഒരു എതിരാളിയെ കളത്തിലിറക്കുക എന്ന് പറയുന്നത് 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, അതായത് LDFനെ സംബന്ധിച്ചാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് വലിയ ശ്രമകരമായ ഒരു നീക്കം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ LDF പന്ന്യൻ രവീന്ദ്രനെ പ്രഖ്യാപിച്ചതിന് ശേഷവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്നറിയാനുള്ള ആകാംക്ഷ ഏവരിലും ഉണ്ടായിരുന്നു. മാത്രമല്ല പലതരത്തിലുള്ള ഊഹാപോഹ കഥകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാർ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പോലും വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു തരംഗം ഉണ്ടാക്കുക. BJPക്ക് പലപ്പോഴും ദക്ഷിണേന്ത്യയിൽ സാധിക്കാതെ പോകുന്നത് അത്തരമൊരു തരംഗം തന്നെയാണ്. അത്തരമൊരു തരംഗം ഇക്കുറി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ലക്ഷ്യം തന്നെയായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അദ്ദേഹം ഇക്കുറി കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതേസമയം തന്നെ അങ്ങ് തമിഴ്നാട്ടിൽ അദ്ദേഹം മത്സരിക്കാനുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്ര വലിയ ഒരു മേൽക്കൈയോടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും ഒരു രാഹുൽ തരംഗം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്വാധീനം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റുകളിലാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. ആകെയുള്ള 20 സീറ്റുകളിൽ 19ഉം UDF തന്നെ കരസ്ഥമാക്കി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിൽ UDFന് ഒരു നീക്കമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവവും ഒരു തരംഗവും ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ അലയടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ തരംഗത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്ര മികച്ച ഒരു മുന്നേറ്റം കാണിക്കാനായിട്ട് സാധിച്ചത് എന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ വീണ്ടും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു പ്രധാനമന്ത്രി തരംഗം തന്നെയാണ് ഉണ്ടാകുന്നത്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തവണകളായി സന്ദർശിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിനങ്ങളെല്ലാം തന്നെ ഇത്ര അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കുറിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലേക്ക് എത്തുകയാണ്, കേരളത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് അദ്ദേഹം പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങൾ സന്ദർശിച്ച ശേഷം ഒരുപക്ഷെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കൂടി സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ അനിൽ ആന്റണിയുടെ പ്രചാരണത്തിനൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മാർച്ച് 17-നാണ് പ്രധാനമന്ത്രി എത്തുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 15-ന് C കൃഷ്ണകുമാറിന് വേണ്ടി അദ്ദേഹം പാലക്കാട് എത്തുമെന്ന് മുൻപ് തന്നെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നത്. 15-ാം തീയതി പാലക്കാട്, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും. പാലക്കാട് NDAയുടെ A+ മണ്ഡലമാണെന്നും വിജയസാധ്യത കൂടുതലാണെന്നും കണക്കിലെടുത്തതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം. NDA തെരഞ്ഞെടുപ്പ് ഓഫീസ് ആദ്യം തുറന്നത് പാലക്കാടാണ്. മലമ്പുഴ, ഷൊർണൂർ, കോങ്ങാട്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ നേതൃത്വം വലിയ വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്.
പ്രചരണത്തിലും ഇവിടങ്ങളിൽ മുന്നിലെത്തുക തന്നെയാണ് NDAയുടെ ലക്ഷ്യം. അതേസമയം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയെ ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഷാജുമോൻ വട്ടേക്കാട്, രേണു സുരേഷ് തുടങ്ങിയവരുടെ പേരുകളാണ് പൊതുചർച്ചയിൽ ഉള്ളതെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നടന്നു വരുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് പുറമെ NDA വിപുലമായ പരിപാടികളാണ് എന്തുതന്നെയാണെങ്കിലും ആസൂത്രണം ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം NDAക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം തന്നെയാണ്. ഒരർത്ഥത്തിൽ ചില സർവേകൾ പോലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ BJPക്ക് 3 ഇടങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്ന്. അത് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പരാജയമാണെന്ന് സർവേയിൽ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വൻപിച്ച വോട്ടോടുകൂടി തന്നെ വിജയിക്കാനാകും എന്നുള്ള സർവേ ഫലം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും മറ്റ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ വലിയ ഒരു സ്വാധീനം തന്നെ യഥാർത്ഥത്തിൽ BJPക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് BJPക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ പാലക്കാട് പരിശോധിക്കുകയാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരുപക്ഷെ വിജയ സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളതും പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെല്ലാമാണോ BJPക്ക് സ്വാധീനം കൂടുതലുള്ള സ്ഥലങ്ങൾ അവിടെയെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്തുകയും അവിടെയെല്ലാം തന്നെ ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എന്നാൽ അതേസമയം തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇത്ര കണ്ട് തന്നെ വലിയൊരു സ്വാധീനമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ആര് ആകുമെന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും പ്രസക്തമാണ്. BJPയുടെ ഇപ്പോഴുള്ള രീതി അനുസരിച്ചുകൊണ്ട് മുൻകൂട്ടി ആരാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇപ്പോൾ പൊതുവെ തുടർന്ന് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം തൃശ്ശൂർ മാത്രമാണ് സുരേഷ് ഗോപി മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ ആദ്യമേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ പത്തനംതിട്ട പരിശോധിക്കുകയാണെങ്കിലും ആറ്റിങ്ങൽ പരിശോധിക്കുകയാണെങ്കിലും ആലപ്പുഴ പരിശോധിക്കുകയാണെങ്കിലും തിരുവനന്തപുരം പരിശോധിക്കുകയാണെങ്കിലും കാസർഗോഡ് പരിശോധിക്കുകയാണെങ്കിലും എല്ലാം തന്നെ വളരെ ഒരു സർപ്രൈസ് നീക്കം തന്നെയായിരുന്നു BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാലക്കാട് ഇനി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അതിനുള്ള ഒരു മറുപടി BJP നൽകുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടത്തെ ആ പ്രതീക്ഷിത സ്ഥാനാർത്ഥി ആരാകുമെന്നറിയാനുള്ള ഒരു വലിയൊരു ആകാംക്ഷ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കേരളത്തിന് ഉണ്ട് എന്നുള്ളതും സ്വാഭാവികം തന്നെയാണ്. ഇനി പത്തനംതിട്ടയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണിയാണ് BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുന്നത്. അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ കൂടിയാണ് എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. അനിൽ ആന്റണിയുടെ കന്നി തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്ന മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതേസമയം തന്നെ PC ജോർജുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളെല്ലാം തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. PC ജോർജിന് എന്ത് തന്നെയാണെങ്കിലും അനിൽ ആന്റണി അനുനയിപ്പിച്ചത് കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന വലിയൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അനിൽ ആന്റണിക്ക് കൂടി വോട്ട് ശേഖരിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി കളത്തിലിറങ്ങുന്നത് എന്ന് പറയുന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും BJPയുടെ വിജയം അല്ലെങ്കിൽ എന്താണ് BJPക്ക് ഇത്ര പ്രതീക്ഷ നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇത് തന്നെയാണ് മറുപടി. ഒരു മോദി തരംഗം തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്ക് പ്രതീക്ഷ നൽകുന്നത് എന്ന് വേണം അനുമാനിക്കാനായിട്ട്. കാരണം പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ആ സർപ്രൈസ് സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നുവരവും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇനി അതേസമയം തന്നെ പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലും കാറ്റെല്ലാം തന്നെ മാറി വീശാനുള്ള സാധ്യതയുണ്ട്. അനിൽ ആന്റണിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പ്രചാരകനായിട്ട് പ്രധാനമന്ത്രി കൂടി എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയുമായി പ്രധാനമന്ത്രി കൂടി എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നാൽ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി 2 തവണ എത്തിയിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധി വരുന്ന ദിവസം ഒരുപക്ഷെ അത് BJPക്ക് ഏറെ പ്രതീക്ഷയും സന്തോഷമുള്ള വാർത്തകളാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതയ്ക്കുള്ള കാത്തിരിപ്പിലാണ് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നത്.